ഇസ്ലാമിൽ നിന്ന് ഈസായെക്കുറിച്ച് മനസ്സിലാക്കി അടുത്ത വേഷനായ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ക്രൈസ്തവരുടെ അടുത്തേക്ക് ബൈബിൾ പഠിക്കാനും കടന്നു വന്ന മാരിയോ കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് വളരെ നന്നായി, വളരെ ഇമ്പമായി നന്നായി നല്ല പ്രഭാഷണ ചാതുര്യോടു കൂടി പ്രസംഗിച്ച് അനേകരുടെ ഹൃദയം കവർന്ന നല്ല ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. ഒത്തിരി നന്മ ചെയ്യുന്നതിനാണ്, യാതൊരു സംശയമില്ല. വളരെ നന്നായിട്ട് ആ കാര്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേറെ ആർക്കും സാധിക്കാത്ത രീതിയിൽ ചെയ്യുന്ന വ്യക്തിയാണ് മാരിയോ. ഇവരുടെ നിന്നെയും തേടുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് യു എന്ന ഇംഗ്ലീഷുള്ള പുസ്തകമുണ്ട്. ഇതൊക്കെ ഞാൻ വായിക്കാൻ കൊടുക്കാൻ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഇത്രയും നന്നായിട്ട് എല്ലാവരുടെയും ഹൃദയം കവർന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴെല്ലാവരും ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നു, ഒരു വിഭാഗം എതിർക്കുന്നുമുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുക, അസൂയാണ്, കുശുമ്പാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? മാരിയോ എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് അവിടുത്തെ ഖുറാനിക് ക്രിസ്റ്റോളജി, ഈ ഖുറാനിക് ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് ഉപജാതാവ് ശരിക്കും പറഞ്ഞാൽ മാരിയോ തന്നെയാണ്. ഈ പുസ്തകത്തിൽ തന്നെ ഖുറാനിക് ക്രിസ്റ്റോളജി എന്ന് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഖുറാനിക് എന്നൊരു ക്രിസ്റ്റോളജി ഇല്ല, ശരിക്കും ആന്റി ക്രിസ്റ്റോളജിയാണ് ഖുറാൻ. ക്രിസ്തുവിന്റെ ദൈവാവിഷ്കരണം നിഷേധിക്കുകയും ക്രിസ്തുവിന്റെ പ്രബോധങ്ങളെ അതിലംഘിച്ചുകൊണ്ട് മറ്റൊരു പ്രബോധനം അവതരിപ്പിക്കുകയും ചെയ്തതാണ്. ക്രിസ്തു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഖുറാൻ പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിലെ മറ്റുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കുറെ സാമ്യം കാണാം, വ്യത്യസ്തയും കാണാം, പക്ഷേ കഥാപാത്രങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റും കാണാം. എന്നാൽ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ അതിലംഘിക്കുക ചെയ്തിട്ടുള്ളൂ. എല്ലാത്തിനും ഉപവാസം, പ്രാർത്ഥന തുടങ്ങി നമ്മുടെ സേവനം തുടങ്ങി അതിനുള്ള എല്ലാ വിഷയങ്ങളും തുടങ്ങിക്കഴിഞ്ഞാലും യേശുക്രിസ്തു എന്തിവിടെ സ്ഥാപിച്ചു, അതായത് വചനമായ ദൈവം മാംസം ധരിച്ച് തൻ്റെ മക്കളോട് എന്ത് സംസാരിക്കാണ്ടോ ദൈവം തന്നെ മനുഷ്യൻ അവതരിച്ചു, വചനം മാംസം ധരിക്കുകയത്. ആ വചനമാണ് ക്രിസ്തുവിന്റെ നാവിൽ കൂടെ വന്നിരിക്കുന്നത്. അതാണ് യേശു ക്രിസ്തുവിന്റെ തിരുവചനങ്ങൾ. ആ വചനത്തിൽ നിന്ന് യഥാർത്ഥ ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള ഒരു പരാജയത്തിന്റെ മേഖല ക്രൈസ്തവ സമൂഹത്തിന് വന്നതിന്റെ പ്രതിഫലനമാണ് സത്യത്തിൽ അത് അന്വേഷിച്ചു വന്ന മാരിയോയ്ക്ക് കിട്ടാതെ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് നിഷേധിച്ച ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഖുറാന്റെ ഒരു അന്ധകാര ലോകത്ത് നിന്ന്, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അന്ധകാര ലോകത്ത് നിന്ന് പ്രകാശമായ ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി വന്ന ഒരു ആഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നൊരു മനുഷ്യനാണ്. ഒത്തിരി പേരങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അറിയാൻ, അടുത്ത വേഷൻ ക്രിസ്തുവിനെ അറിയാൻ, മനസ്സിലാക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ മാരിയോയിൽ യഥാർത്ഥ ക്രിസ്തീയത എന്താണെന്ന് കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറയും പരാജയപ്പെട്ടു. കാരണം ബിബ്ലിക്കലായ ക്രിസ്റ്റോളജി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പരാജയം അവിടെ സംഭവിച്ചു. അതുകൊണ്ട് മാരിയോയുടെ വാക്കിൽ നിന്ന് ഖുറാനിക് ക്രിസ്റ്റോളജിയും ബൈബിൾ ക്രിസ്റ്റോളജിയും എന്ന ഒരു ചർച്ചയാണ് അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ മാരിയോ അങ്ങനെ തന്നെ ചിന്തിച്ചു പോയിട്ടുള്ളൂ. എന്നാൽ ഈസായും ഈശോയും ഒന്നല്ല എന്നും അള്ളാഹുവും യഹോവയും ഒന്നുമല്ല എന്ന ആദ്യകാലങ്ങളിൽ വ്യക്തമായി അറിയാവുന്ന വ്യക്തിയായിരുന്നു മാരിയോ. അത് മാരിയോ അടുത്ത കാലങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും വ്യക്തമായി അറിയാവുന്ന മാരിയോ ജോസഫ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അതിലൂടെ പ്രബോധനം നടത്തി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കത്തോലിക്ക പുരോഹിതർ ആവശ്യപ്പെടുകയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വെച്ചിട്ട് അള്ളാഹു യഹോവ ഒന്നാണ്, യേശു ഈസായി ഒന്നാണ്, ഈസായും യേശു ഒന്നാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കണമെന്ന് അത് മാരിയോയുടെ വാക്കിൽ തന്നെ മനസ്സിലാകുകയാണ്. അതാരാണെന്ന് ഇതുവരെ മാരിയോ വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്തേണ്ടതാണ്. ഒത്തിരി പേര് കത്തോലിക്ക സഭയിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ആന്റി അപ്പോസ്തലന്മാരായ ഒത്തിരി പേരുണ്ട്. അവരുടെ ചിന്തയിലേക്ക് പിശാച് കയറി പിടിച്ചു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ക്രിസ്തുവിലേക്ക് വരുന്നവരെ തന്നെ അതിൽ നിന്ന് അകറ്റുന്ന ഒരു ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട കുറച്ച് പേരുണ്ട്. വിൻസെന്റ് കൊണ്ടുവളത്തെ പോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരെ കേട്ട് കഴിഞ്ഞപ്പോൾ, അവർക്ക് വിധേയപ്പെട്ട് അവരെ അനുസരിക്കാൻ തയ്യാറായപ്പോഴാണ് സത്യത്തിന്റെ ആത്മാവ് മാരിയോയിൽ നിന്ന് നിർവീര്യമായി പോവുക. കാരണം മാരിയോയ്ക്ക് അറിയാം വ്യക്തമായിട്ട്. കാരണം കർത്താവ് ഈ ഇസ്ലാമിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ച് അറിയണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന്
ഇതാണ് യേശുവാണോ ദൈവമെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഈശോ കൈപിടിച്ച് നയിച്ച് കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പഠിക്കാൻ കയറുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. പക്ഷേ യഥാർത്ഥ ദൈവശാസ്ത്രത്തിന്റെ ബിബ്ലിക്കലായിട്ടുള്ള ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ അസ്തിത്വം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അസ്തിത്വം എന്താണെന്ന്, ദൈവത്തിന്റെ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരാജയമാണ് മാരിയോയിൽ സംഭവിച്ചത്. അത് നിങ്ങൾ ആരെടുത്താലും മാരിയുടെ പ്രബോധനങ്ങളെ ഞാൻ വിശദമായി പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് മാരിയയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ മാരിയോയിൽ നിന്ന് കേട്ടപ്പോൾ ഇതെല്ലാം ഇവർ തന്നെ വിശ്വസിച്ചു പോയി. അതായത് ഗുരുവിനേക്കാളും ശിഷ്യൻ വലുതാകരുത്, പക്ഷെ ഗുരുവിനേക്കാൾ ശിഷ്യൻ വലുതായി പോയി. അപ്പൊ ഗുരു ഇങ്ങനെ താണുപോയി, ശിഷ്യൻ വലുതായി പോയി. കാര്യമറ്റത്തിന് അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാൻ പറ്റും. കാര്യമറ്റത്തിന് ഏറ്റവും വലിയ പണ്ഡിതനായ കാര്യമറ്റത്തിനകത്ത് നിന്ന് തന്നെയാണ് പ്രബോധനങ്ങളുടെ പാളിച്ചകൾ കടന്നു വരുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. യേശുക്രിസ്തു ആരാണ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മാരിയ പറയുന്നു, യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അതിൽ തന്നെ അവിടെ വ്യക്തമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അവർ മറ്റുള്ള തലങ്ങളിലേക്ക് പോവുകയാണ്. ഈ യേശു ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈശോ തന്നെയും ചോദിക്കുന്ന ശിഷ്യന്മാരോട്, വാട്ട് ഡു യു സേ ഹു ആം ഐ? ഒരു 1.5 വർഷത്തെ പ്രവർത്തനമെല്ലാം കഴിഞ്ഞിട്ട് കേസറിയ ഫിലിപ്പിൽ വെച്ച് യേശു ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലങ്ങൾ കൂടെ നടന്നല്ലോ, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക? അതിന് കൊടുക്കുന്ന മറുപടി, നീ സ്നാപ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണ്, അല്ല ഏലിയ തിരിച്ചു വന്നതാണ്, അല്ല മോശയെ പോലെ പ്രവാചകനാണ്, ജെറമിയാണ്, പല ഉത്തരം. അപ്പോൾ അങ്ങനെ യേശുവിനെക്കുറിച്ച് അന്ന് തന്നെ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് തന്നെയുമല്ല, ഈ എഴുതുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അപ്പോക്രിഫലൊക്കെ ഒരു ആൾക്കാർക്ക് പ്രചോദനം നൽകാൻ വേണ്ടി എഴുതുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു ഹിസ്റ്റോറിക്കൽ സർവേ നടത്തിയിട്ടൊന്നുമല്ല ഇത് എഴുതുന്നത്. ഇപ്പോൾ ഖുറാനിലാണെങ്കിൽ മിരിയാമെന്ന് പറഞ്ഞു, മിരിയാമെന്നായിരിക്കുമല്ലോ അറബിയിൽ പറയുക, മറിയം, മിരിയാം, മേരി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ യേശു ക്രിസ്തു വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു ചോദിക്കുകയാണ് ശിഷ്യന്മാരോട്, ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. വ്യക്തമായിട്ട് ആ ഒരു പ്രബോധനം പറയുമ്പോൾ ഈശോ പറയുകയാണ്, പത്രോസ്, ഇത് എന്നോട് വെളിപ്പെടുത്തുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. ഈ പാറയാണ്, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. സഭ എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്, പത്രോസ് അല്ല. പത്രോസിന്റെ പ്രബോധനം എന്ന ഉറച്ച അടിസ്ഥാനത്തിന്മേൽ നീ ജീവനുള്ള പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതിരിക്കുന്നത്. ക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരുമാകുന്ന അടിത്തറ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ആ അടിത്തറയിൽ പണിതിരിക്കുന്ന ഈ സഭ, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. അത്രയും വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞ സഭ എല്ലാ കാലവും ഫോളോ ചെയ്തു പോകണ്ട ആ വിശ്വാസ സത്യം ഉറക്കെ പറയുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പത്രോസ് അന്ന് പറഞ്ഞ പോലെ. ഇത് പറഞ്ഞപ്പോൾ പത്രോസ് ഒന്ന് ഞെളിഞ്ഞു. സത്യത്തിൽ നിന്ന് ആലോചിക്കുക, പത്രോസ് ഒന്ന് ഞെളിഞ്ഞു. ചാടി പറഞ്ഞു, അല്ല കർത്താവേ, നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ല. ഞാൻ മിടുക്കനാ. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞിട്ടേ ഉള്ളൂ, നീ ഈ പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേ ഞാൻ സഭ സ്ഥാപിക്കുന്നു പറഞ്ഞു. ആ പാറ എന്ന അഹങ്കാരത്തിൽ നമ്മൾ ഞെളിഞ്ഞിരുന്നു ഈ പത്രോസ്. അതുപോലെയാണ് കത്തോലിക്കയുടെയും നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ ഉറച്ച പാറയാണ്, ഞാൻ കത്തോലിക്കനാണ്, കത്തോലിക്ക സഭയാണ്, ഈ കത്തോലിക്കിനെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഈ അഹങ്കാരം പത്രോസിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാത്ത ആ പത്രോസിന്റെ അതേ സ്പിരിറ്റ്, നിന്നെ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറകില്ല എന്നുള്ള അഹങ്കാരം. അപ്പോൾ ആ ഈശോ പത്രോസിനോട് പറയുന്നു, പത്രോസെ, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. സംഭവിച്ചോ? സംഭവിച്ചു. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാത്ത, തന്നെ ആശ്രയിച്ച അഹങ്കാരമുള്ള പത്രോസിന്റെ കിട്ടിയ ചുട്ട അടിയായിരുന്നു ഈശോ പറഞ്ഞത്, പത്രോസെ, നീ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം തള്ളിപ്പറയും. പത്രോസ് തള്ളിപ്പറഞ്ഞു. പത്രോസ് പോയി പൊട്ടിക്കരഞ്ഞു. ഇതേ പത്രോസിന്റെ അടുത്ത് യേശുക്രിസ്തു എന്ന് പറയുകയാണ്, പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസെ ചോദിക്കുകയാണ്, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഈശോ 3 പ്രാവശ്യം ചോദിക്കുന്ന ചങ്കുപൊട്ടി പത്രോസ്, അതേ ഗുരു, നിനക്ക് അറിയത്തില്ലേ എന്റെ കാര്യം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം 3 തള്ളി പറഞ്ഞ പത്രോസിനോട് യേശുക്രിസ്തു 3 പ്രാവശ്യം ചോദിക്കുന്നത്. അപ്പോൾ പത്രോസ് പറയുകയാണ്, അവസാനം പൊട്ടിക്കരഞ്ഞ് പറയുമ്പോൾ ഈശോ പറഞ്ഞു, നിന്നെ സ്നേഹിക്കുക എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ സംഗതി നോക്കണം, എന്താണ് ഈശോ പറയുന്നത്? പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത്. പത്രോസ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും.
എന്നാണ് അർത്ഥം. പത്രോസെ നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ പത്രോസെ നീ എൻ്റെ കൽപ്പന പാലിക്കോടാന്നാ ചോദ്യം. പത്രോസെ നീ എൻ്റെ കൽപ്പന പാലിക്കുവോ? നിന്റെ കയ്യിലിരിപ്പിച്ചിട്ട് മോശ, നീ കൽപ്പന പാലിക്കുവോ? മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുന്നതാണ്, പത്രോസെ നീ എൻ്റെ കൽപ്പന പാലിക്കുവോ? ഇതാണ് നമുക്ക് സഭയ്ക്ക് പറ്റുന്നത്. അഹങ്കാരത്തിന്റെ നെറുകയിലേക്ക് പത്രോസ് എന്നൊരു അഹങ്കാരം നമുക്കുണ്ട്. അത് ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല, നമ്മുടെ സഭയ്ക്കുണ്ടാകാൻ പാടില്ല, നമ്മുടെ അധികാരികൾക്കുണ്ടാകാൻ പാടില്ല. അവിടെയാണ് ക്രിസ്തുവിന്റെ കൽപ്പന പാലിക്കില്ല എന്ന് ചോദിച്ചത്. ആ പത്രോസിനോട്, മീൻപിടുത്തക്കാരന്റെ പത്രോസിനോട് മാത്രമല്ല, മനുഷ്യരെ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പത്രോസ്, സകല പത്രോസുമാരും കർത്താവിന്റെ പത്രോസിന്റെ സിംഹാസനത്തിൽ വന്നിരിക്കുന്ന എല്ലാ പത്രോസുമാരോടും ചോദിച്ചിരിക്കുന്നത്, പത്രോസെ നീ എൻ്റെ കൽപ്പന പാലിക്കുമോ എന്ന്. ഈശോയ്ക്കറിയാം കൽപ്പന പാലിക്കാതെ പോകുമെന്ന്. ആ പത്രോസിന്റെ പ്രബോധനങ്ങൾ അടിത്തറയിലേക്ക് പോയിരുന്ന ഹയറാർക്കി തന്നെ പത്രോസിന്റെ കൽപ്പന അനുസരിക്കില്ല എന്ന് കർത്താവ് അറിയാവുന്നതാണ്. കർത്താവ് ചങ്ക് പൊട്ടി ചോദിക്കുന്നത്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസെ നീ എൻ്റെ കൽപ്പന പാലിക്കുമോന്നോ എന്ന് ചോദിച്ചത്. ഇതേ പത്രോസിൽ അല്പം ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. വല്ലവർക്കും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രൈസ്തവരായ, ഞാൻ കത്തോലിക്കനാകട്ടെ, ക്രൈസ്തവരായ എല്ലാവർക്കും ഒരു വിഷമവും നീരും ഉണ്ടാവും. ഒരു ഇച്ചിരി ജാതി സ്പിരിറ്റ് ഉണ്ട്. പൗലോസ് പല ശൈലിക്ക് ശാസിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പത്രോസ് കൊർന്നേലിയോസിനും മാമോസും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ജാതി സ്പിരിറ്റ് ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് വിവിധ ജാതി മൃഗങ്ങളുടെ അശുദ്ധവും മലിനമാക്കപ്പെട്ട അല്ലാത്തയുള്ള മൃഗങ്ങളുടെ ഒരു സംഗതി, നിന്നെ ഭക്ഷിക്കുവിൻ എന്ന് പറയുന്നത് 3 പ്രാവശ്യം അതേ ദർശനം കൊടുക്കുകയാണ്. ഇല്ല, മലിനമായി ഞാൻ തൊടുത്തില്ല എന്ന് പറയുന്നത് പത്രോസ്. മലിനമാണ്, ഇതൊക്കെ മൃഗമാണ്, പന്നി ഇങ്ങനെ തുടങ്ങിയ സാധനം എല്ലാം വളരെ മലിനമാണ്. ആ മലിനമായി ഞാൻ ഭക്ഷിക്കത്തില്ല. ഞാൻ ശുദ്ധമാക്കി വിട്ടേ നിങ്ങൾ മലിനമെന്ന് പറയരുതെന്നാണ് സ്വർഗത്തിൽ നിന്ന് കൽപ്പന വന്നത്. ശബ്ദം മലിനം. ദൈവം വിശദീകരിച്ചതിനെ നിങ്ങൾ മലിനമായി കാണരുത്. ഇപ്പൊ പത്രോസിന് ഒരു മലിനതയുണ്ട്, പത്രോസിന്റെ ഉള്ളിൽ കടന്നതാണ്. അതും കർത്താവ് എഴുതുക. പത്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്തോലിക്ക സഭയുടെ ഒരു അടിസ്ഥാനത്തിൽ കിടക്കുന്ന ജാതി ഹയറാർക്കി ലെവലിൽ കിടക്കുന്ന ഒരു ജാതി സ്പിരിറ്റ്. വെളുത്തവനെ പിടിക്കുക, വെളുത്തില്ലാത്തവനെ പിടിക്കുക, ഉന്നത കുലജാതനെ വർണ്ണനെയും പിടിക്കും, സവർണനെയും പിടിക്കും, വ്യക്തി അധകൃതനെയും പിടിക്കത്തില്ല. ഈ ഒരു സ്വഭാവമുണ്ട്. പറയുമ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പത്രോസിൽ നിന്നുള്ള ഒരു സ്വഭാവ സവിശേഷം നമുക്കുണ്ട്. പൗലോസ് അതിനെതിരെ ആക്രമിച്ച ആളാണ്. അതിനെതിരെ പത്രോസിനോട് ശക്തമായി നിലപാടെടുത്ത് പറഞ്ഞ ആളാണ്. അവസാനം സ്വർഗത്തിൽ നിന്ന് കർത്താവ് ശബ്ദമുയർത്തി വന്നു, ദൈവം വിശദീകരിച്ചിട്ട് നിങ്ങൾ മലിനമായി കാണരുത് പത്രോസെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. പത്രോസിന് മനസ്സിലായ സംഭവം ഇല്ലേ? ദൈവം വിശദീകരിച്ച് ഈ ലോകത്തിലേക്ക് വിട്ട സകല മനുഷ്യരെയും നമ്മൾ അശുദ്ധരായി കാണരുത്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഒരേ വിധത്തിൽ കാണാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാ കത്തോലിക്കർക്കും ഉണ്ടാകണം. ഇല്ലെങ്കിൽ കത്തോലിക്കരോട് ചോദിക്കത്തുള്ളൂ. കർത്താവ് സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭയാണെങ്കിൽ ഈ സകല മനുഷ്യരും വഴിതെറ്റിയാലും അതിന്റെ ഉത്തരവാദിത്വം കത്തോലിക്ക സഭയ്ക്ക് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അപ്പൊ അത്രയും വ്യക്തമായ ബോധ്യത്തോടുകൂടി സഭ പഠിപ്പിച്ച് കൊണ്ടുവന്ന സംഭവത്തിലാണ് പത്രോസ് എന്ന അപ്പസ്തോലൻ, പത്രോസ് മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പ തന്നെ ഈ സത്യം വിളിച്ചു പറഞ്ഞു. ഇതേ മാർപ്പാപ്പ തന്നെ സെക്കൻഡ് എന്ത് സംഭവിക്കുന്നു? തെറ്റുവരുന്നു, യേശുവിനെ തള്ളി പറയുന്നു. ഈ പത്രോസിൽ നമ്മൾ കുറേ പഠിക്കാനുണ്ട്, കത്തോലിക്കർ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും യേശുക്രിസ്തു പത്രോസിലൂടെ പറയിപ്പിച്ച ആ സംഭവം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ സംഭവത്തിനെ ഉറച്ച ബോധത്തോടും വിശ്വാസത്തോടും കൂടി പറയേണ്ട ഒരാളാണ് മാരിയോയും കാര്യമറ്റും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ കാര്യമറ്റത്തച്ഛൻ പറയേണ്ടത്. ജീവനുള്ള ഈശോ ആരാണ് ഇപ്പോഴും വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇങ്ങനെയുള്ള നിസ്സാരമായി നടക്കാം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നോടെ. അതാണ് പറയേണ്ടത്. അത് ഏറ്റവും കേരളത്തെ സഭയിലെ ഏറ്റവും പണ്ഡിതനായ ഒരു അച്ഛനെ വിളിച്ചിരുത്തി പറയിച്ചപ്പോൾ എത്രത്തോളം മൂല്യച്യുതി, വിശ്വാസ തകർച്ച നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നതിൻ്റെയുള്ള തെളിവ്. അത് നമ്മൾ തർക്കിക്കാനും മറ്റുള്ളൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേ ഒരു വിശ്വാസ മൂല്യച്യുതിയാണ് ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി വന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് കുറേയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ ഖുറാനിക് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞ് മനസ്സിന്റെ ഉള്ളിൽ തലത്തിൽ കടന്ന ഈ മാരിയിൽ നിന്ന് ഈ ഖുറാനിക് ആന്റി ക്രിസ്റ്റോളജിയെ കംപ്ലീറ്റ് എടുത്ത് നീക്കിക്കളഞ്ഞ് യഥാർത്ഥ ബിബ്ലിക്കൽ ക്രിസ്റ്റോളജി കൊടുക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ അധികാരികളുടെ വീഴ്ചയിൽ നിന്നാണ് മാരി എന്നൊരു മറ്റൊരു വ്യക്തിത്വം കടന്നു വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മറ്റൊരു പൗലോസ് ആകേണ്ട മാരിയോയിനെ തെറ്റായ ആശയങ്ങൾ കൊടുത്തുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മാത്രം അതിന്റെ വ്യക്തമായി എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാതെ, CCC 841 വന്നിരിക്കുന്ന വ്യക്തമായി മനസ്സിലാക്കാതെ, അത് തന്നെ അടിയുറച്ച മനസ്സിന്റെ തലങ്ങളിലേക്ക് പോയി ക്രിസ്തുവിന്റെ പ്രബോധനത്തെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്നവന് ദൈവമില്ല എന്ന് വ്യക്തമായി പിതാവില്ല പുത്രനില്ല പരിശുദ്ധാത്മാവെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുന്ന സമയത്ത് ക്രിസ്തുവിന്റെ പ്രബോധനത്തെ അതിലംഘിക്കുന്ന സഭയിലേക്ക് കടന്നു വന്ന ചില പ്രബോധനങ്ങൾ എങ്ങനെ കടന്നു വന്ന് ആദ്യം പഠിക്കുക. അത് വന്നതിനെ എടുത്തു വെച്ചുകൊണ്ട്
ഒരു മനുഷ്യനിലേക്ക് ക്രിസ്തുവിനെ അറിഞ്ഞാൽ വന്ന ഒരു മനുഷ്യന്റെ മസ്തിഷ്ക ക്ഷാളം ചെയ്ത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിട്ട് ആ വിശ്വാസം മാരിയോ പറയുന്നെന്ന് പറയുന്നു. ആ വ്യക്തിയെ തെറ്റിലേക്ക് കൊണ്ട് നയിപ്പിച്ചത് നമ്മുടെ പുരോഹിതർ തന്നെയാണ്. ഇപ്പൊ ഒരു മൗനമായിട്ട് കാര്യമില്ല. ഇതുവരെയുള്ള ഉദാസീനത കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നിരിക്കുന്നതിന് എൻ്റെ പിഴ വെക്കേണ്ടത് തന്നെയാണത്. മാരിയ പറഞ്ഞു ഈസായും യേശു ഒന്നല്ല എന്ന് പറഞ്ഞു, ഒന്നാണെന്ന് പഠിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു. പക്ഷെ അവിടെ മാരിയോയ്ക്ക് ഒരു പാളിച്ച പറ്റിപ്പോയി. ആ പാളിച്ചയാണ് മാരിയോനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചതും സഭയിൽ വലിയൊരു ആത്മീയ തകർച്ച ഉണ്ടാക്കാനും സാധിച്ചത് അതാണ്. ഈ ആത്മീയ തകർച്ചയെക്കുറിച്ച് നമ്മൾ ക്രൈസ്തവരായിരിക്കുന്ന പലർക്കും മനസ്സിലാകത്തില്ല. ദയവേദനോട് ക്ഷമിക്കുക, നിങ്ങൾക്ക് വിഷമം തോന്നുന്നു, എല്ലാം പറഞ്ഞ് ക്ഷമിക്കുക. കാരണം അത് മനസ്സിലാക്കാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മൾ വീണുപോയി, പതപതിച്ചു പോയി. ക്രിസ്തുവിൽ നിന്നും നമ്മൾക്ക് ഒത്തിരി വ്യതിചലനം വന്നുപോയി. യഥാർത്ഥ ക്രിസ്തുവിനെ അതിന്റെ എസൻസോടുകൂടി, അസ്തിത്വത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കാത്ത ക്രൈസ്തവരുടെ എല്ലാവരുടെയും പരാജയത്തിന്റെ പ്രതിഫലനമാണ് ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളായി സഭയിൽ കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ എത്ര പേര് ക്രിസ്ത്യാനികളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന സകലരുടെയും പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അക്രൈസ്തവരുമായിട്ട് കിടന്ന് ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ, കത്തോലിക്കരുമായി കിടന്ന് സഭയും ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ, കത്തോലിക്കരും തന്നെ പരസ്പരം അവമാനിച്ച് കളിയാക്കി തെറിയും പറഞ്ഞ് പറയുന്ന ആൾക്കാർ. ഞാൻ നല്ല ശക്തമായി ഷാർപ്പായിട്ട് രീതിയിൽ പറയും. ചീത്തയും തെറിയെന്ന് ഞാൻ പറയില്ല കേട്ടോ, അത് എവിടെ വന്നാലും പറയത്തില്ല, അതങ്ങനെയാണ്. പക്ഷെ ഷാർപ്പായി മുരളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കൊടുക്കും, അവൻ്റെ മുഖം അടിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കും. അതെൻ്റെ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഭവിച്ച സംഗതി, മാരിയോയ്ക്ക് അറിയാമായിരുന്നു സത്യം, പക്ഷെ മാരിയോയ്ക്ക് വേദികൾ വേണമായിരുന്നു. അപ്പോൾ സത്യത്തെ ഒറ്റിക്കൊടുക്കാൻ മാരിയോ തയ്യാറായി. പുരോഹിതന്മാർ പറഞ്ഞു കേട്ടു, അധികാരത്തിന് വിധേയപ്പെടുക. അധികാരത്തിന് വിധേയപ്പെട്ടാൽ വേദി കിട്ടുള്ളൂ. എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുസ്ലിമായി. മാരിയോ ജോസഫ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഖുർആൻ ഈസാ നബി എന്ന് പറയുന്ന കക്ഷി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു വെല്ലുവിളി. എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുസ്ലിമായി. മാരിയോ യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്ക് ആണെന്ന് പറയണം. പക്ഷെ രണ്ട് കാഴ്ചപ്പാടിൽ രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു. ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ, ഒന്നാണ്, പക്ഷെ രണ്ട് കാഴ്ചപ്പാടിലാണ് പോകുന്നത് എന്നാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം മാരിയോ എന്ന സുവിശേഷകൻ ചെയ്യേണ്ടത്, ഒരു എക്സാമ്പിളിന്, അല്ലെങ്കിൽ ബാക്കി സുവിശേഷകർ ചെയ്യേണ്ടത്, യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിളിൽ നിന്നും തിരുസഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പേരാണ് സുവിശേഷം. അച്ഛാ, സത്യമായിട്ട് ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛാ, ഇതുവരെയും ചെയ്തത് അതാണ്, ഇനി ചെയ്യുന്നതും അതാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഖുർആൻ ഈസാ നബി എന്ന് പറയുന്ന കക്ഷി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു വെല്ലുവിളി. തുറന്ന നിലപാടെടുത്ത് ശക്തമായി പറഞ്ഞു, ഞാൻ ഇസ്ലാം പഠിച്ചു വന്നവനാണ്. അതിന് കിടക്കുന്ന ക്രിസ്തുവിനെ അല്ല ഞാനിവിടെ കണ്ടെത്തിയ വന്ന ക്രിസ്തു, ഈസായല്ല യേശു ക്രിസ്തു. രണ്ടിന്റെയും അസ്തിത്വം വ്യത്യാസമുണ്ട്. പരസ്പര വിരുദ്ധമായ അസ്തിത്വങ്ങളാണ് ഈസായുടെയും യേശുവിന്റെയും. ഈസ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവതരിപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് CCC 67 വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ CCC 8441 എടുത്ത് വെട്ടി വിഴുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഭാപ്രബോധകരെ, നിങ്ങൾ CCC 67 കാണാത്ത എന്താണ്? സാത്താൻ കാഷ്ടിച്ചിട്ടിരിക്കുന്ന ചില സംഗതികൾ മാത്രം വേസ്റ്റ് എടുത്തിട്ട് അത് മാത്രം ഉയർത്തി തലയിൽ വെച്ച് നമ്മുടെ യോബി വിജയൻ ധർമ്മപുരാണത്തിൽ തലവെച്ച് നടക്കുന്ന പോലെ തലവെച്ച് നടക്കുന്ന സഭാപ്രബോധകരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ CCC 841 വായിക്കുന്ന സമയത്ത് CCC 67 കാണാത്ത എന്തുകൊണ്ടാണ്? അവിടെ എന്താ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ ദൈവാവിഷ്കരണം നിഷേധിക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തെ അതിലംഘിക്കുന്ന മതവുമായിട്ട്, അത് യേശുക്രിസ്തു ശേഷം എന്ന മതം, അതുമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പറയണം. അത് ഇസ്ലാമാണെന്ന് പറയണം, യേശുക്രിസ്തു ശേഷം വന്ന സാധനം ഇസ്ലാം എന്ന് പച്ചയ്ക്ക് ഇനി സഭ പറഞ്ഞു തരണോ? പോഷന്മാരെ എന്ന് ഈ വിളിക്കുന്ന പോലെ വിളിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇനി സഭ പറഞ്ഞു തരണമോ അതെന്താന്ന്? അത് മനസ്സിലാക്കാത്ത പോഷന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോഷന്മാരെ എന്ന് വിളിക്കുന്ന സഭാപ്രവർത്തകരെ. 67 നിങ്ങൾ തലയ്ക്ക് മണ്ടയ്ക്ക് കയറാത്ത എന്തുകൊണ്ടാ? അപ്പോൾ 841 എഗെയിൻസ്റ്റ് ആയിട്ട് 67 തന്നെ എടുത്ത് പറയാൻ നിങ്ങൾക്ക് സാധിക്കാം. അപ്പൊ ഈ കാഷ്ടിച്ച സാധനം പിന്നീട് എടുത്ത് ഉയർത്താതെ അതവിടെ കിടക്കട്ടെ, അതിനെപ്പറ്റി നമ്മൾ ഓർക്കണ്ട. 67 പറയണം. അതെന്തെങ്കിലും കാണാൻ പോകുന്നേ? നമ്മൾ ഈ അളിഞ്ഞത് മാത്രമേ എടുക്കത്തുള്ളൂ, അളിഞ്ഞാത്തതൊന്നും നമ്മൾ എടുക്കില്ല, നമ്മൾ തലയ്ക്ക് എക്കത്തില്ല. ഈ അളിഞ്ഞതിനെ മാത്രം തേടിപ്പോകുന്ന മനുഷ്യരാകാതെ നമ്മൾ. ഇവിടെയാണ് പാളിച്ചു പറ്റിയിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും വ്യക്തമായി പറയുമ്പോൾ മാരിയോ CCC 841 എടുത്ത് അവർ പറഞ്ഞ സമയത്ത് മാരിയോ സഭയുടെ പ്രബോധനം പഠിച്ചിരുന്നെങ്കിൽ 67 പറയുമായിരുന്നു. അല്ല അച്ഛാ ഇതല്ലേ സംഗതി എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. പക്ഷെ മാരിയെ കണ്ടിട്ടില്ലായിരുന്നു, അറിഞ്ഞിട്ടില്ല. പക്ഷെ മാരി അതിന് വിധേയപ്പെട്ടു. അപ്പോൾ അസത്യം അവർ പഠിപ്പിച്ചു തന്നപ്പോൾ അസത്യത്തെ സ്വീകരിക്കാൻ വേണ്ടി സത്യം അറിയാവുന്ന മാരിയോ അതിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായപ്പോൾ മാരിയോ നിന്ന് സത്യത്തിന്റെ ആത്മാവ് നിർവീര്യമായി പോയി. സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോയി. അതാണ് സംഭവിച്ചത്. പകരം അസത്യത്തിന്റെ ആത്മാവാണ് അവരെ ഭരിക്കുക. ഇത് എല്ലാ മനുഷ്യനിലും സംഭവിക്കും. ഇന്ന് ക്രൈസ്തവ സമുദായം മാരിയയിൽ മാത്രമല്ല, എന്നിലും നമ്മളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അധികാരികളെ ചില പറയാ, ഞാൻ പണ്ടൊരു വീഡിയോയുടെ സാധനമാണിത്. ഒരു പേന എടുത്ത് നമ്മൾ വിചാരിച്ചാൽ പറയുകയാണ് ഇത് പെൻസിലാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ പാരിഷ് കമ്മിറ്റി അംഗങ്ങളും പറയും അത് അച്ഛാ ശരിയാ പെൻസിലാട്ടോ എന്ന് പറയും. ഇല്ലെങ്കിൽ അച്ഛൻ പറയും നാളെ ആ പാരിഷ് മീറ്റിംഗിൽ തന്നെ അവൻ സ്ഥാനമില്ല. ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ക്രൈസ്തവർ വന്നപ്പോൾ ഇവരെ ഞാൻ പറയുന്ന മൂളയില്ലാത്ത ക്രിസ്ത്യാനികൾ എന്ന് പറയും. അവൻ എന്ത് സംഭവിച്ചു? അച്ഛൻ പേന എടുത്തിട്ട് ഇത് പെൻസിലാന്ന് പറയുമ്പോൾ അത് പെൻസിലാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നുണയനായോ? ഞാൻ നുണയന്റെ പിതാവുമായ സാത്താന്റെ പക്ഷം ചേർന്നപ്പോൾ. പക്ഷെ സത്യം പറയാ, അച്ഛനും തള്ളു കുറച്ചു, എനിക്ക് നാളെ അവിടെ വേദി കിട്ടില്ല. പക്ഷെ ഞാൻ പറയണം, അതേ അത് അങ്ങനെ പറയിപ്പിക്കും. ആ ഒരു സാഹചര്യം വരും. അച്ചോ അത് പേന കേട്ടോ അച്ഛാ, അച്ഛന് കാഴ്ചകളും പ്രശ്നം ഉണ്ടായി കാണും, കാഴ്ചയ്ക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടായി കാണുമെന്ന് പറയാൻ അവിടെ ഇരിക്കുന്ന വിശ്വാസി സാധിക്കണം. അതാ സത്യവും സത്യത്തിന്റെ പിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ ബിബ്ലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസ്തിത്വമുണ്ട്, സത്യം എന്ന അസ്തിത്വം. സത്യവും സത്യത്തിന്റെ പിതാവുമാണ് യേശു ക്രിസ്തു. ബൈബിൾ അവതരിപ്പിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ദൈവത്തിന്റെ അസെൻസ് എന്ന് പറയുന്നത് സത്യവും സ്നേഹവും ജീവനും നീതിയും കരുണയുമാണ്. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റാ മറ്റേ സാധനം. ഇപ്പൊ ബിബ്ലിക്കൽ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വമുള്ളതാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ അസ്തിത്വമുള്ള ക്രിസ്തുവിനെ മാരിയോയ്ക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോയി ബൈബിളിൽ നിന്ന്. അതിലിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, യേശുവിൻ പ്രവാചകനാണ് എന്നതിന് ബൈബിളിൽ എന്താണ് തെളിവ് എന്നുള്ളതാണ്. സാഹചര്യ തെളിവും ബൈബിൾ തെളിവാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വ്യാഖ്യാനിക്കാവുന്നതുള്ളൂ. യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ സകലതുമുണ്ട്. ദൈവത്തിന്റെ അസ്തിത്വം എന്താണെന്ന് സഭയുടെ പ്രബോധനങ്ങളിൽ CCC കിടപ്പുണ്ട്. ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ്. ആ സബ്സ്റ്റാൻസിൽ ഗോഡിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഇമേജ് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇതേ മനുഷ്യൻ തിരിച്ചെങ്ങോട്ട് വരുന്നു? അതേ മനുഷ്യന്റെ ഇമേജ് യേശുക്രിസ്തു വീണ്ടെടുത്തു തരുന്നു. പിതാവിന്റെ ഉള്ളിലെ അസ്തിത്വം, ദി എസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ എസൻസ് കൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന ഈ അസ്തിത്വത്തെ നമ്മൾ സാംശീകരിക്കണം. ദ ട്രിനിറ്റി ഓഫ് ഗോഡ്, ദ എസൻസ് ഓഫ് ട്രിനിറ്റി. അങ്ങനെയാ പിതാവും പുത്രനും ഒന്നായിരിക്കും. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്ന പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആ എസൻസ് നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണ് സാത്താന്റെ എസൻസ്. അപ്പൊ ആ അസ്തിത്വമുള്ള ബിബ്ലിക്കൽ അസ്തിത്വമുള്ള ക്രിസ്തുവിനെ കണ്ടെത്താൻ പരാജയപ്പെട്ടതിന്റെ പ്രതിഫലമായിരുന്നു യേശു ക്രിസ്തു. ഓരോ വചനെടുത്ത് കഴിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞൊരു ജേക്കബ് പലപ്പള്ളി അച്ഛൻ്റെ കാര്യം വെട്ടി തുറന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 3 മണിക്കൂർ ക്ലാസ് മാരിയോനെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശു ക്രിസ്തുവിന് ദൈവമാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ പത്രോസ് പറഞ്ഞു, ഈ ജീവനുള്ള പുത്രൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പൊട്ടനായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഇത് കേൾക്കാതെ ഈശോ പറഞ്ഞു, നീ സ്വർഗസ്വനായ പിതാവ് ഇത് വെളിപ്പെടുത്തുന്ന സമയത്ത് മാരിയോയ്ക്ക് അറിയത്തില്ലായിരുന്നോ ഇത് ആരാണെന്ന്? ഒരു മുസ്ലിം പയ്യനോട് പറഞ്ഞു കൊടുത്തേക്ക് അവന് ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത സമയത്ത് അവൻ അംഗീകരിക്കാൻ വേണ്ടി അല്ല വിശ്വസിക്കാൻ വേണ്ടി ഇതിൽ മാരിയോയിൽ നിന്നുള്ള ക്രിസ്തീയ പൂർണ്ണതയില്ലായ്മയിൽ നിന്ന് മാരിയോ പറഞ്ഞു കൊടുത്ത വാക്കായിരുന്നു, യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ദൈവമായിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു പറഞ്ഞപ്പോൾ അവനത് പോയി. ഖുർആനിൽ പഠിപ്പിക്കുന്ന ഈസാൻ നബിയും ബൈബിളിൽ പറയുന്ന യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്ക് ആണെന്ന് പറയണം. പക്ഷെ 2 കാഴ്ചപ്പാടിൽ 2 തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു. ഖുർആനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ, ഒന്നാണ്. പക്ഷെ 2 കാഴ്ചപ്പാടിലാണ് പോകുന്നത് എന്നാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം മാരിയോ എന്ന സുവിശേഷകൻ ചെയ്യേണ്ടത്, ഒരു എക്സാമ്പിളിന്, അല്ലെങ്കിൽ ബാക്കി സുവിശേഷകർ ചെയ്യേണ്ടത്, യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിളിൽ നിന്നും തിരുസഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പേരാണ് സുവിശേഷം. അച്ഛാ സത്യമായിട്ട് ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛാ, ഇതുവരെയും ചെയ്തത് അതാണ്, ഇനി ചെയ്യുന്നതും അതാണ്. അത് വിശ്വാസമായി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്,
ശരിക്ക് മാരിയോ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത് ക്രിസ്തുവിനെ അറിഞ്ഞു തന്നെയാണ്, ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ ക്രിസ്തീയ പൂർണ്ണത സ്വന്തമാക്കാൻ സാധിച്ചില്ല, ക്രിസ്തീയത എന്തെന്നറിഞ്ഞില്ല. അപ്പോൾ ഇസ്ലാമിക് ആൻറ്റി ക്രിസ്റ്റോളജിയും പൊന്തിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ക്രിസ്റ്റോളജി എന്ന് അറിയാതെ പോയപ്പോൾ ഈ ആൻറ്റി ക്രിസ്റ്റോളജിയും ഉണ്ടായിരുന്നു, ക്രിസ്റ്റോളജിയും ഉണ്ടായിരുന്നു. രണ്ടും കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു സങ്കര ഇനം ക്രിസ്ത്യാനിയുടെ ഫോർമേഷൻ മാരിയെ സംഭവിച്ചു. ഉച്ഛിഷ്ടമായി കളയേണ്ട സാധനം ഉച്ഛിഷ്ടമായി കളഞ്ഞുമില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 8:12 പറഞ്ഞിരിക്കുന്നത്, അതിനെ അനുഗമിക്കുമെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിന്റെ ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുക. പ്രഘോഷിക്കുക എന്നുള്ളതല്ല, പ്രഘോഷിക്കുന്നവരൊന്നും ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ട്, ഫോളോ ചെയ്യുക. അപ്പൊ ക്രിസ്തുവിന്റെ കൽപ്പന ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, യേശു ക്രിസ്തുവിന്റെ കൽപ്പനയല്ലേ മാരിയോ കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്? ശരിയാ, മാരിയോ വമ്പൻ സേവനം ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും നല്ലതാണ്. അതിൽ ആർക്കും അസൂയം കുശുമ്പും ഒന്നും വേണ്ട, അത് ആർക്കും അസൂയം കുശുമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് വലിയ നന്മ പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു കെണിയുണ്ട്. ആ കെണിയാണ് ഈശോ പറഞ്ഞു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറഞ്ഞു, ഇല്ലേ? അത് മാരിയക്ക് സാധിക്കുന്നില്ല. പക്ഷെ മാരിയയിൽ കിടക്കുന്ന മാരിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം മാരിയോ ക്രിസ്തീയതയിലേക്ക് വന്നില്ല. മാരിയ ഒരു പെൺകുട്ടിയോട് കുറച്ച് മെസ്സേജ് കൊടുത്തേക്കുന്നത്, അത് യേശു ക്രിസ്തു പഴയ ഫരിസേയരോട് പറഞ്ഞ സംഗതിയാണ്, അതായത് എന്നോട് പറഞ്ഞതല്ലാന്ന്. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഫരിസേയരോട് മാത്രമല്ല എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞതാണ്. അപ്പൊ മാരിയുടെ കോൺസെപ്റ്റിൽ കിടക്കുന്ന ക്രിസ്തു അന്നത്തെ പറഞ്ഞ വ്യക്തി. അപ്പൊ ക്രിസ്തീയതയുടെ പൂർണ്ണതയിലേക്ക് എത്താത്തത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശുശ്രൂഷയിൽ ഒരു പൂർണ്ണത കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണത്. ത്തിൽ നിക്ഷേപം ഇവിടെ കരുതി വെക്കുക. മാരിയോ ലോകത്തിന്റെ പ്രീതിയും ലോകത്തിന്റെ സ്വീകാര്യതയും എല്ലാം നേടുമ്പോൾ മാരിയോ നിക്ഷേപിക്കുന്ന നിക്ഷേപം മുഴുവനും ഈ ലോകത്തിന്റെ പ്രീതിയിലെ നിക്ഷേപം, ലോകത്തിന്റെ മഹത്വത്തിന്റെ നിക്ഷേപം. അതുകൊണ്ട് മാരിയോനെ സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ നിക്ഷേപത്തിന്റെ കാണുന്നുള്ളൂ. അപ്പൊ ഈ പ്രതിഫലം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഈശോ പറഞ്ഞതല്ല, സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ മറ്റുള്ളവരെ എല്ലാം കൊട്ടിഘോഷിച്ച് അറിയിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നിക്ഷേപം ഇവിടെ കരുതി വയ്ക്കുക. ഒരു പാവപ്പെട്ട വ്യക്തി ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവനൊരു 100 രൂപ കൊടുത്ത് അവൻ്റെ ഭക്ഷണം വാങ്ങി കൊടുക്കുകയോ ചെയ്യില്ല. പക്ഷേ പികാരിച്ചൻ പറയുകയാണ്, നമുക്ക് പള്ളിയിലേക്ക് ഒരു അരളിക്ക വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ അത്ര വേണം, 10,000 വേണോ, 20,000 വേണോ, 50,000 വേണോ, 1,00,000 വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് വിശ്വാസമാണോ? എന്തിനാ? അച്ഛൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരറിയും, അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്യും, വെച്ചൊരു പ്രൗഢി കിട്ടി, ഞാൻ പള്ളിയിൽ ഒരു നല്ലൊരാളാണ്, എല്ലാവരും സ്വീകരണ ആളാന്നുള്ള ചിന്ത കടന്നു പോകുന്നു. ഇവിടെ കൊടുത്ത് 100 കൊടുത്തു കഴിഞ്ഞാൽ ആരറിയാനാ ഞാൻ? അതാണ് സ്വർഗത്തെ നിക്ഷേപം കരുതി വയ്ക്കുക. അപ്പോൾ ഞാൻ മറ്റുള്ളവരൊന്നും ആരും അറിയാതെ എൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണ്. പക്ഷെ ഞാൻ ലോകത്തെ മുഴുവൻ അറിയിച്ച് എൻ്റെ നന്മപ്രവർത്തികളെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ചെയ്യുമ്പോൾ സങ്കരയിനമായി മാറി. അതായത് ഇസ്ലാമികതയിൽ കിടന്ന ക്രിസ്തു. ഈ ഒരു സംഭവം പറയുമ്പോൾ ഞാൻ മാരിയെക്കുറിച്ച് മാത്രമല്ല പറയുക, നമ്മുടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിരിക്കുന്ന, കത്തോലിക്ക സഭയിലേക്ക് വന്നിരിക്കുന്ന, ധ്യാനം കൂടിയിരിക്കുന്ന ഒത്തിരി ഹൈന്ദവരെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. ഒത്തിരി ക്രൈസ്തവർ, അക്രൈസ്തവർ, ഹൈന്ദവർ ക്രിസ്തുവിനെ അറിഞ്ഞ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ അറിഞ്ഞ് അല്ലെങ്കിൽ ധ്യാനം കൂടി അത്ഭുതങ്ങൾ കണ്ട് രോഗശാന്തി കിട്ടി യേശുവിലേക്ക് വന്നു. അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലായി, യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന് മനസ്സിലായി. മുസ്ലിങ്ങളും പലരും വന്നു, അത്ഭുതങ്ങളും രോഗശാന്തികളും ഒക്കെ കിട്ടി, ഒത്തിരി വരങ്ങൾ കിട്ടി, ധ്യാനങ്ങൾ കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ സഹനങ്ങൾ വന്നപ്പോൾ, വേദനകൾ വന്നപ്പോൾ അവർ ഉരുകി തകർന്നു പോയി. പലരും ക്രിസ്തുവിൽ പിടിച്ചു നിൽക്കാനൊക്കെ സാധിച്ചില്ല. ക്രിസ്തുവിന്റെ വഴിയെക്കുറിച്ചും ക്രിസ്തുവിന്റെ മാർഗത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ സബ്സ്റ്റൻസ്, ദ എസൻസ് ഓഫ് ഗോഡ്, ദൈവികത, ദൈവത്തിനുണ്ടാവുന്ന എസൻസ് തന്നെ ക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ളത് പൂർണ്ണതയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരാജയം സംഭവിച്ചത്. അപ്പോൾ മാരിയോക്കിലെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ മനസ്സിലാക്കാൻ, പൂർണ്ണ ദൈവത്വത്തെ മനസ്സിലാക്കാൻ പറ്റാതെ മനുഷ്യനായിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള കാഴ്ചപ്പാടുന്ന ഒത്തിരി പേർക്കുണ്ട്. അങ്ങനത്തെ കാഴ്ചപ്പാടുന്ന എനിക്ക് എപ്പോഴും 12 സെമിനാരിയിൽ പഠിക്കുന്ന ഒരു അച്ഛൻ അത് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവാന്ന് മനസ്സിലാകുന്നത്. അച്ഛനോട് പറഞ്ഞ അച്ഛൻ സമ്മതിക്കുന്നില്ല. എന്നോട് വന്ന് പല ഗുരുവന്മാരും ഒന്നും പറഞ്ഞാൽ, ബാബുച്ചേട്ടാ കുറെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞു അന്നത്തെ നമ്പറൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ എന്നിട്ട് വന്നിരുന്നു ഞാൻ യോഹന്നാൻ സുവിശേഷം എടുക്കരുതെന്ന് പറഞ്ഞു അച്ഛനോട്. യോഹന്നാൻ സുവിശേഷം എന്തിനാ? യോഹന്നാൻ സുവിശേഷം മാറ്റി വെച്ച് വേറെ സുവിശേഷം എടുക്കേണ്ട ആവശ്യം എന്താണ്? ഈ മാരിയോട് പറഞ്ഞ ഒരു അബദ്ധ പ്രബോധനത്തിന് ന്യായീകരിക്കാൻ വേണ്ടി ഒരു പുരോഹിതനെ ബ്രെയിൻ വാഷ്, അത് പിശാച് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. അത്രയും അച്ഛൻ ആദ്യമേ പറഞ്ഞു, ഈ സെമിനാരിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വിശ്വാസത്തിന് ഉറപ്പുവെന്ന് പറഞ്ഞു. ഇതൊക്കെ അച്ഛൻ അറിയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് സാധനം കയറ്റുമ്പോൾ അതിന്റെ ഭീകരത എത്രയാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആരെങ്കിലും പറയാൻ വേണ്ടേ? ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കല്ലെറിയും, എന്നാലും പറയാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഞാൻ വേദികൾ പ്രതീക്ഷിക്കുന്ന ആളല്ല. കല്ലേറും പ്രതീക്ഷിച്ചാലും കുഴപ്പമില്ല. വേദികളിലേക്ക് വേണമെന്നില്ല, കല്ലേറ് കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കുകയും ചെയ്യും.
എന്നെ ചിലപ്പോൾ കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയേണ്ടത് ഞാൻ പറയും. സത്യത്തിൽ മായം കലർത്താൻ ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ മൊത്തത്തിൽ മായം കലർത്തില്ല. അത് ഏത് വലിയ അപ്പനായാലും ശരി സത്യത്തിൽ മായം കലർത്താൻ, എന്നെ കൊന്നാലും ശരി മായം കലർത്തില്ല. അതെത്തിന്റെ വിഷയത്തിൽ ഒത്തിരി ക്രൈസ്തവർ കടന്നു വന്നിട്ട് വിവരക്കേടുകൾ പറയുകയാണ്. മാരി എന്നൊരു വ്യക്തിയെ ഫോം ചെയ്യാൻ വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിച്ച് ഫോം ചെയ്യിപ്പിക്കുമ്പോൾ ചില ഫോർമേഷനിൽ ചില വെട്ടിമുറിക്കലുകളുണ്ട്. അപ്പൊ അയ്യോ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാണ്. അത് പാപമാണ്. മാരി എന്ന വ്യക്തിയെ പൗലോസിനെ കൊന്ന് എലിമാസ് ആക്കിയത് കത്തോലിക്ക പുരോഹിതരായിരുന്നു. എലിമാസിന്റെ കഥാപാത്രത്തെ പറ്റി നിങ്ങൾ പഠിച്ചോളൂ. എലിമാസിനോട് പൗലോസ് പറഞ്ഞ ശാസിക്കുന്ന ഡയലോഗുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. എലിമാസ് ആക്കി, അതായത് പൗലോസ് ആകേണ്ട മാരിയോയെ എലിമാസ് ആക്കി സഭ മാറ്റിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പുരോഹിതന്മാരിൽ ഉണ്ട്. അതിന്റെ പാപത്തിന്റെ കറ, അതിന്റെ ആത്മീയതന്റെ ശിക്ഷാവിധി ഒക്കെയുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് തെറ്റ് പറ്റും. തെറ്റുകൾ മനുഷ്യമാണ്. തെറ്റ് തന്നെ തുടരുക എന്ന് പറഞ്ഞാൽ മൃഗീയമാണ്. തെറ്റുകൾ യഥാർത്ഥ അനുതാപത്തോടു കൂടി പറഞ്ഞുകൊണ്ട്, യഥാർത്ഥ അനുതാപം ഉണ്ടാകണം. കള്ള അനുതാപം ഒന്നും പാടില്ല. കള്ളത്തരം പറഞ്ഞുകൊണ്ടുള്ള അവളൊന്നും അനുതാപം ഉണ്ടാവില്ല. മരുന്ന് ചില വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. കള്ളത്തരം പറഞ്ഞുള്ള അനുതാപം ഉണ്ടാകുന്ന സംഗതിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ കാരണം അത് നമുക്ക് അറിയാൻ പറ്റും. അത് ന്യായീകരണത്തിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. യഥാർത്ഥ അനുതാപം വന്നു കഴിഞ്ഞാൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ആ ഒരു തലത്തിലേക്കാണ് നമുക്ക് വളർച്ച വരേണ്ടത്. അപ്പോൾ വെട്ടിയൊരുക്കലുണ്ടാകും. വെട്ടിയൊരുക്കാൻ സമ്മതിക്കാത്ത ഒരു സമൂഹം ഇവിടെയുണ്ട്. അത് മാരിയെ നശിപ്പിക്കുകയാണ്. സത്യത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്, മാരിയോ കർത്താവിനെ അറിഞ്ഞ് വന്നപ്പോൾ മാരിയോയിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത് ഒരു പൗലോസിനെയാണ്. കത്തോലിക്ക സഭയിൽ ക്രിസ്തീയ പൂർണ്ണതയിൽ അടിസ്ഥാനം വിട്ടുകൊണ്ട് പ്രഘോഷിക്കേണ്ട ഒരു പൗലോസിനെ ഒരു സത്യത്തിന്റെ ആത്മാവിനെ നിർവീര്യമാക്കാൻ നിർബന്ധ ബുദ്ധിയോടെ മാരിയോനെ വിട്ടുകൊടുത്തപ്പോൾ സത്യത്തിന്റെ ആത്മാവിനെ തള്ളിക്കളഞ്ഞപ്പോൾ മാരിയോയിലേക്ക് അസത്യത്തിന്റെ ആത്മാവ് കയറി. ഒത്തിരി കാലങ്ങളിൽ കാണാൻ മാരിയോ നുണ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അത് സത്യം അറിയുന്നവനല്ലേ നുണയെ പറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സത്യത്തിൽ വസിക്കുന്ന വ്യക്തിക്ക് നുണയെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. പ്രകാശത്തിൽ വസിക്കുന്ന വ്യക്തിക്ക് അന്ധകാരത്തെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ജീവനിൽ വസിക്കുന്ന വ്യക്തിക്ക് ജീവനെതിരെയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ കരുണയിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക്, യഥാർത്ഥ കരുണയിൽ വസിക്കുന്ന വ്യക്തിക്ക് വ്യാജകരുണയും കള്ളകരുണയും പറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നീതിയിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക്, നീതിബോധമുള്ള വ്യക്തിക്ക് അനീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നേഹത്തിൽ വിരുദ്ധമായി കിടക്കുന്ന അഹങ്കാരത്തെയും സ്വാർത്ഥതയെയും ജഡികതയും ലിസ്റ്റിനെയും തുടങ്ങിയ ഈ സ്നേഹത്തിന് വിരുദ്ധമായ സകല പ്രവൃത്തികളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞതാണ് ദൈവത്തിന്റെ അസ്തിത്വം. അപ്പോൾ ദൈവത്തിന്റെ അസ്തിത്വമുള്ള ഒരു മനുഷ്യന് മാത്രമേ സാധാരണ അസ്തിത്വത്തിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നിക്ഷേപം നമ്മൾ ഇവിടെ കരുതി വയ്ക്കുന്നവരാ. സ്വർഗത്തിൽ നിക്ഷേപം കിട്ടുന്നില്ല. ഇവിടെയാണ് ഇത് പറഞ്ഞത്. അതാണ് ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റാത്ത ചില പാളിച്ചകൾ വന്നത്. എന്തുകൊണ്ടാണ്? ആ ക്രിസ്തീയ പൂർണ്ണതയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതറിയാൻ വന്ന ഒരു തുറന്ന മനസ്സോടെ വന്ന മനുഷ്യനാ ശരിക്കും മാരിയ. പക്ഷെ എടുത്ത് നമ്മൾ തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ഒത്തിരി അഹങ്കാരവും കുറച്ച് സ്പിരിച്വൽ പ്രൈഡ് ഈസ് വൈറ്റ് ഡെവിൾ എന്ന് പറയുക. ആത്മീയ അഹങ്കാരം കയറുന്ന വെളുത്ത പിശാച് കൊണ്ട് മാരിയെ നശിപ്പിച്ചത് ഈ കത്തോലിക്കരാ. ഞാൻ അടങ്ങുന്ന ഒരു കത്തോലിക്കരാ. കാരണം എനിക്കിത് പറയാൻ പറ്റും. എനിക്ക് എൻ്റെ സമൂഹത്തെ പറയാൻ പറ്റുക. കാരണം എന്താണ്? ഞാൻ എൻ്റെ സമൂഹത്തിൽ ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന്റെ പരിണതഫലം എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണത്. ഇല്ലേ? ഞാനൊരു പാപം ചെയ്ത് ഒരു വ്യഭിചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സഭയെ മുഴുവൻ, എൻ്റെ ക്രൈസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഞാൻ അപമാനിക്കുന്നത്. ഒരു പുരോഹിതന് പാപം ചെയ്യുമ്പോൾ, ഒരു വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ ആ പുരോഹിതനെ മാത്രമല്ല അത് അഫക്റ്റ് ചെയ്യുന്നത്, ആ പുരോഹിത സമൂഹത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയാണ്. ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തെ ഒരു അവയവത്തിന് വേദനിച്ചു കഴിഞ്ഞാൽ മറ്റ് അവയവങ്ങൾക്ക് വേദനിക്കണം. ഒരു ശരീരം അപമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങൾക്ക് അപമാനിക്കപ്പെടും. അതുകൊണ്ട് നമുക്കെല്ലാം ബാധിക്കും. മാരിയോയുടെ വേദനയും നമ്മുടെ വേദനയാകുമ്പോൾ ക്രിസ്ത്യൻ ബോഡിൽ മാരിയോയുടെ വേദന നമ്മുടെ വേദനയാവും. പക്ഷെ മറ്റുള്ളവരുടെ വേദന എനിക്ക് വേദനയാകുന്നില്ല എങ്കിൽ ഈ ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് ആയിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. നിന്നെയും തരുന്ന പുസ്തകത്തിൽ മാരി ഒരു വിഷമത്തിന്റെ കാര്യം പറയുന്നുണ്ട്. മാരിയിൽ പണ്ടേ മുതൽ, ഇപ്പോൾ മാത്രമല്ല, മാരിയിൽ പണ്ടേ മുതൽ ഈ വിഷമത്തിന്റെ സംഭവമുണ്ട്. ദിവൈനി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മാരി പറയുന്നുണ്ട് ഈ ശുശ്രൂഷ, കാരണം ഈ ശുശ്രൂഷയിൽ ഒത്തിരി പേര് ശുശ്രൂഷ മേലാണ് ഈ അസൂയ കടന്നു വരും. അസൂയ ഉണ്ട് അവർക്ക് പലർക്കും. ഞാൻ ഇഷ്ടംപോലെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ അതിനെപ്പറ്റി ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്കെതിരെ ആരോപണം വരും. എനിക്ക് അസൂയ കുശുമ്പെന്ന് ആരോപണം വരും. സത്യം പറയുമ്പോൾ നമ്മളെതിരെ ആരോപണം വരും. ഞാൻ നിസ്സാരം തള്ളിക്കളയുന്നുള്ളൂ. പക്ഷെ ഭയങ്കരമായ അസൂയ ശുശ്രൂഷ മേഖലയിലുണ്ട്. ഒരു ശുശ്രൂഷ മറ്റു ശുശ്രൂഷ കാണാൻ പാടില്ല. ഇപ്പൊ ഡിവൈനി ശുശ്രൂഷ സമയത്ത് ആ സഹ ശുശ്രൂഷയിൽ നിന്ന് മാര്യയ്ക്ക് വേദന സംബന്ധിച്ച് മാര്യ വേദനയോട് പറയുകയാണ് എനിക്ക് ഇവിടുന്ന് വിട്ടു പോകണം എന്ന് പറഞ്ഞ് മാര്യ പോവുകയാണ്.
അങ്ങനെ മാരിയോ ബന്ധപ്പെടാത്ത അമ്മാവനെ വിളിക്കുന്നു പറയുന്നു. അങ്ങനെ വയനാട് ഭാഗത്തുള്ള അമ്മാവൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ഇരുന്ന് അമ്മാവ് നിസ്കരിക്കാൻ പറയുന്നു. നിസ്കരിക്കാൻ വേണ്ടി മാരിയോയ്ക്ക് ഒരു വൈക്ലഭ്യം. അങ്ങനെ എല്ലാം ഇരുന്ന് മാരിയോ നിസ്കരിച്ചോ ഇല്ലയോ എന്ന് മാരിയോ നല്ല മാരിയോ പറയുന്നത് നിസ്കരിച്ചിട്ടില്ല. മാരിയോ അവിടെ നിസ്കരിക്കാൻ കുറെ കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് മാരിയോ എന്നിരിക്കും നിസ്കാരപ്പാൽ യേശുക്രിസ്തു ഇരിക്കുന്നു. അവിടെ നിന്ന് എടുത്ത് പോയിരുന്നു മാരിയോ. മനസ്സിലാക്കണം. അപ്പൊ മാരിയോയിലുണ്ടാകുന്ന വേദന വരുമ്പോൾ അത് ക്രിസ്തുവിനെ കൊടുത്ത് ക്രിസ്തുവിനുമായി ഏകീകൃതമായി പോകുവാനും ആ വേദനയെ ഉൾക്കൊണ്ട് ആ മുറിവുകളെ തിരുമുറിവുകളാക്കാൻ മാറ്റാനുള്ള ഒരു കോൺസെപ്റ്റ് മാരിയയിലേക്ക് വരുന്നില്ല. മാരിയനെ എങ്ങനെയെങ്കിലും സാത്താൻ തള്ളിക്കൊണ്ട് പോകാനാണ് മാരിയനെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാരിയ തിരിച്ചങ്ങോട്ട് പോകാൻ അമ്മാനെ വിളിച്ച് പോകുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ ശുശ്രൂഷയിൽ ഒത്തിരി പേര് നമ്മൾ മുറിപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് വെട്ടിയൊരുക്കപ്പെടുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് വളരണം. അതാണ് ഫലം പ്രകടിപ്പിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഉൾക്കൊള്ളും. ഇങ്ങനെ ഒത്തിരി അസൂയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മാരിയയ്ക്ക് വന്നൊരു വേദനയെ ഞാൻ ഈ പറഞ്ഞത്. അതേ ഒരു വേദനയാണ് മാരിയയ്ക്ക് എപ്പോഴും വരും. മാരിയ ഒരു മനസ്സിലേക്ക് കടന്നു വന്നു. എല്ലാം ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്, അസൂയും കുശുമ്പ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മാരിയോ ഇത് തെറ്റാണോ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തന്നെ തെറ്റാന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവുന്ന പൊട്ടത്തരാണ് വിരലച്ചാൽ പോലെ എന്ന് ചോദിക്കുന്ന മാരിയോയുടെ മനസ്സിൽ കയറിയ കോൺസെപ്റ്റ് തെറ്റായതുകൊണ്ടാണ് അത് മാരിയയിൽ വന്നത്. അപ്പോൾ തെറ്റായെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കൊടുക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് അസൂയാണ്, കുശുമ്പാണ്. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി മാരിയയിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആര് പുരോഹിതന്മാർ ആര് പറഞ്ഞാലും മാരിയോ സ്വീകരിക്കാൻ തലത്തിൽ വരുന്നപ്പോൾ കർത്താവ് വെട്ടിമുറിച്ചിട്ട് ഒരുക്കും. പക്ഷെ ഇന്നത്തെ ക്രിസ്ത്യാനി സമ്മതിക്കത്തില്ല. അതാണ് ഇപ്പൊ കാണുന്നത്. ഒലിപ്പീര് സുഖിപ്പീര് മാരിയോ അയ്യോ പോകല്ലേ, സുവിശേഷം പറയല്ലേ. ഇന്നൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞാണ്, മാരിയോ നിങ്ങൾ സുവിശേഷം നിർത്തണം. പ്രീച്ചിങ്ങിൽ ഒത്തിരി പ്രശ്നമുണ്ട്. അത് ക്രിസ്തീയ പൂർണ്ണതയിൽ നിന്നിട്ടുള്ളതല്ല. ഒത്തിരി പാളിച്ചകളുണ്ട്. പലതും എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. ഒന്ന്, സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത്. കൂടുള്ള കിളിയായിരിക്കും. അവനെവിടെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവനെവിടെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്. അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2, സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സെലിബസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സ്വാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവനെ കാഫിറാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ചുരുക്കം. 3, സേഫ് ചിൽഡ്രൻ. അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടെടുത്തെല്ലാം മക്കളെ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ലാത്ത പോയില്ലേ? ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ് മാരിയയ്ക്ക് സഭയുടെ പ്രബോധനത്തിൽ പറയുന്ന ആത്മസംയമനത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തമായ വീക്ഷണം കിട്ടിയില്ല. സെലിബസി, ബ്രഹ്മചര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാരിയ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാരിയ കഴിഞ്ഞ ഇസ്ലാമിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ പൗരോഹിത്യത്തെ മറ്റുള്ള സന്യാസം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ ഇസ്ലാമിനെ വർണ്ണിച്ചപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങളിലെ ബ്രഹ്മചര്യ വിശുദ്ധിയെ കാഴ്ച ഇവർക്ക് ഇസ്ലാമിനെ അറിയില്ലാഞ്ഞിട്ടാണ്. അതിനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജിബ്രീൽ മലക്ക് വന്നിട്ട് മുഹമ്മദിലോടെ ഈ ഖുർആൻ കൊടുത്തിരിക്കുന്നത്. ലസ്റ്റിന്റെ ഗോഡ് ഓഫ് ലസ്റ്റ് ആണ് അവിടെ കിടക്കുന്നത്. ദ ഗോഡ് ഓഫ് ലവ് ആണ്. ഈ ലവിലൊരു വിശുദ്ധിയുണ്ട്, ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധിയുണ്ട്, അതുപോലെ തന്നെ ലൈംഗിക ജീവിതത്തിന്റെ വിശുദ്ധി ദാമ്പത്യത്തിലും ബ്രഹ്മചര്യത്തിലും കിടപ്പുണ്ട്. ഈ 2 വിശുദ്ധിയുടെ പൂർണ്ണത പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് ഞാൻ ജിജി മാരിയോട് പല പ്രാവശ്യം സംസാരിച്ചു. കുഞ്ഞുങ്ങളുണ്ടാ പൊട്ടത്തരം എന്ന് പറഞ്ഞപ്പോൾ ജിജി മാരി അവസാനം ഒരിക്കലും സ്വീകരിക്കാൻ മനസ്സില്ലാത്ത തല്ലിയായാലും ജിജി ഏകദേശം അതിലോട്ട് കടന്നു വന്നതാണ്. പക്ഷെ മാരി സമ്മതിച്ചില്ല ആ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പിന്നെ കേസായിട്ട് പല കാര്യങ്ങൾ പോയിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ വചനം, വിശ്വാസം ഇവിടുന്ന് ദൈവത്തിന്റെ വചനവും സഭയുടെ പ്രബോധനവും വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പോടാ പുല്ലേ, നീയൊക്കെ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ, നീ ഒന്നും ഇല്ലടാന്നുള്ള രീതിയിൽ പറയും. അവസാനം എനിക്കൊരു വീഡിയോ ഇട്ടു, ഒരു കൊച്ചു വീഡിയോ, അവസാനം ഒരു മോളുടെ വീഡിയോ ഇട്ട് തന്നു. അതിന്റെ അർത്ഥം നിന്നോടൊക്കെ സംസാരിക്കാൻ എൻ്റെ മോള് മതിയടാ പുല്ലേ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണത്. ഇങ്ങനത്തെ ഒരു അഹങ്കാരമാണ് മനുഷ്യർ കയറിയിരിക്കുന്നത്. അതാണ് അവരെ ചിലപ്പോൾ വെട്ടിമുറിക്കാനും താഴ്ത്താനും സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പലരും തിരിച്ചു വരുന്നത്. അപ്പൊ ഈ ഫിലോക്കാലിയ കൂടുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നുണ്ട് തെറ്റാണെന്നൊക്കെ അറിയാം. ഒത്തിരി വഞ്ചിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ട്. ഒത്തിരി ലവ് ജിഹാദിലേക്ക് പോയതിന്റെ വിഷയം ഞാൻ പിന്നെ വേണമെങ്കിൽ പറയാം. ഒത്തിരി പേര് ലവ് ജിഹാദിലേക്ക് പോകാൻ പ്രേരകമായി, ഇസ്ലാമിലേക്ക് പോകാൻ പ്രേരകമായി. കാരണം ഇതിനുള്ളിൽ ഇസ്ലാമികളെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാരിയോ ഇസ്ലാമിയായി മാറി. മാരിയോയിൽ ഇസ്ലാമികളുടെ പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയായി മാറി.
ഞാൻ വിധിച്ചു പറയുന്നതല്ല, ശരിക്കും നിങ്ങളെടുത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമികതയുള്ള ക്രിസ്തു, അതായത് ക്രിസ്തുവിൽ ഇസ്ലാമികത. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി പറയാൻ പോകുന്നത്, ഹൈന്ദവതയിൽ നിന്ന് വന്നിരിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഇന്ന് കത്തോലിക്ക സഭയിൽ നിന്നിട്ട് സഭയ്ക്ക് വേണ്ടി ഇതര സഭകളെ കൂട്ടി പോരാട്ടം നടത്തുന്ന സമയത്ത് എനിക്കെതിരെ ഭയങ്കരമായി ഒരു കാലത്ത് ഒരു കാര്യം പറഞ്ഞപ്പം ക്രിസ്തീയതയില്ലാതെ പ്രവർത്തിക്കുന്ന ഞാൻ കയറി പറയും, എന്നെ പുതലിട്ട് ആക്രമിക്കും. ആരാക്രമിക്കുന്നത്? ക്രിസ്തീയരുള്ള കത്തോലിക്കരെ ആക്രമിക്കുന്നത്, ക്രിസ്തീയത ഇല്ലാത്ത കത്തോലിക്കരെ ആക്രമിക്കുന്നത്. തെറി പറയും, സോഷ്യൽ മീഡിയ കൂടെ തെറിയും പറയും. ഒരു ക്രിസ്തീയ മൂല്യമില്ലാതെ കിടക്കുന്ന വ്യക്തികൾ എന്നെ ആക്രമിക്കുമ്പോൾ ഞാൻ ക്രിസ്തീയത ഇല്ലാന്ന് മനസ്സിലാക്കുന്നത് എന്നെ മാത്രമല്ല, മറ്റുള്ള മുസ്ലിങ്ങളെയും അക്രൈസ്തവരെയായി കിടക്കുന്നവരെ, അക്കത്തോലിക്കരെ കിടക്കുന്നവരെ, കത്തോലിക്കരെ തമ്മിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ കാണാം, ഒത്തിരി ഉണ്ട്. അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഞാൻ മാരിയിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തമ്മിത്തലിൽ ഉണ്ടാക്കുന്ന സാധനം, തക്കിയകൾ കൊണ്ട് തമ്മിത്തൽ ഉണ്ടാക്കുന്ന സാഹചര്യം കടന്നു വരുന്നത് പരസ്പരം ഭിന്നിക്കുക, അക്രൈസ്തവരുമായി ഭിന്നിപ്പുണ്ടാക്കുക, അക്കത്തോലിക്കരെ ഭിന്നിപ്പുണ്ടാക്കുക, കത്തോലിക്ക് തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തികൾ കടന്നു വരുമ്പോഴൊന്നും ക്രിസ്തീയതയില്ലാത്ത പ്രവർത്തനമാണ്. അത് മുസ്ലിമിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയും അത് ഹിന്ദുവിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികളും ഇന്ന് ക്രിസ്ത്യാനിറ്റി കടന്നു ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ക്രിസ്തീയതയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഇപ്പൊ കുക്കികളെ നോക്കി കഴിഞ്ഞാൽ അവിടെ തമ്മിൽ തല്ലുന്ന ചാകാനും കൊല്ലാനും പോകാനും മടി കാണിക്കാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ അവർക്ക് വന്നില്ല. ഗോത്രവർഗത്തിൽ നിന്ന് ആൾക്കാർ വന്നു, പക്ഷെ അവർ ക്രിസ്തീയതയ്ക്ക് പറഞ്ഞല്ല, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാനൊക്കെ സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വിട്ടുപോകും, എല്ലാം പലതും വിട്ടുപോകും. ഇന്ന് ഡിവൈനിൽ വന്ന് ധ്യാനം കൂടുതൽ 80% അധികം പേരും അക്രൈസ്തവ കാലഘട്ടം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് എവിടെ പോയി? ക്രിസ്തുവിനെ വിട്ടുപോയി. കാരണം ക്രിസ്തുവിനെ ശരിക്കും യഥാർത്ഥ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. സഭയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി വ്യക്തി നോക്കി കഴിഞ്ഞാൽ അറിയാം, ക്രിസ്തുവിന്റെ രൂപവും ക്രിസ്തുവിന്റെ പേരും എല്ലാം ഉണ്ട്, യേശു ക്രിസ്തുവാണ്, അതൊക്കെ ശരിയാ. പക്ഷേ കൃഷ്ണനാണ് അവരുടെ ഉള്ളിലെ എസൻസ്. കൃഷ്ണന്റെ പ്രബോധനവും ക്രിസ്തുവിന്റെ പേരും രൂപവുമായിട്ടുള്ള ഒരു ക്രിസ്തുവാണ് അവിടെ ക്രിസ്തു സങ്കല്പത്തിലെ ക്രിസ്തു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി അവനോട് പറഞ്ഞു, അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞതാണ് എന്നോട്, ഞങ്ങളുടെ മാർഗത്തിന് എതിരെ ആര് നിന്നാലും അവരെ ഇല്ലാതാക്കുക. മനസ്സിലായി? അറിയാം, അത് പ്രചോദിപ്പിച്ച എന്താണ്? കൃഷ്ണന്റെയാണ് വേദോപദേശം. കൃഷ്ണന്റെ വേദോപദേശവും ക്രിസ്തുവിന്റെ പേരും രൂപം, അതായത് എല്ലാവരുടെ ബോധ മനസ്സിൽ യേശുക്രിസ്തുവാണ് ദൈവം എന്നറിയാം. ബുദ്ധിയുടെ തലത്തിൽ യേശുക്രിസ്തുവാണ് ദൈവം എന്നറിയാം. ഹൈന്ദവർ ക്രിസ്ത്യാനിറ്റിക്ക് വന്നവർക്കും അറിയാം, മുസ്ലിങ്ങളിൽ വന്നവർക്കും അറിയാം, യേശുക്രിസ്തു ദൈവം എന്നറിയാം. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് യേശുക്രിസ്തു ദൈവമാണെന്ന് വന്നറിഞ്ഞ് എല്ലാം പറയുമ്പോഴും ക്രിസ്തീയ മൂല്യങ്ങളുള്ള ക്രിസ്തീയതയുള്ള ഒരു ക്രിസ്തുവിന്റെ, അതായത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ എസൻസ് ഉള്ള ക്രിസ്തുവിന്റെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് എൻ്റെ പാളിച്ച കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചു? കൃഷ്ണന്റെ പ്രബോധനവും ക്രിസ്തുവിന്റെ പേരും രൂപവുമായിട്ടുള്ള ഒരു ക്രിസ്തുവിനെയാണ് പലരും ജിഹാദികൾ പറയും. അത് പറയട്ടെ, അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ വെറും തക്കിയ ക്രിസ്ത്യാനികൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും സത്യത്തിന്റെ പിതാവുമായ ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നുണേന്റെ പിതാവുമായ പിശാചിൽ വിശ്വസിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ കൊള്ളത്തില്ല. ഒരു മുസ്ലിം തക്കിയ പറയുന്ന പോലെയുള്ള പാപമല്ല ഒരു കത്തോലിക്കൻ തക്കിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിസ്ത്യാനി തക്കിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നുണ പറയുന്ന നാവ് ആത്മാവ് നശിപ്പിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒന്നിൽ പറയുന്നതാണ്. നുണ പറയുന്ന നാവ് ആത്മാവ് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ നുണ പറയാൻ പാടില്ല. ഇന്ന് നുണകൾ കയറി വരുന്നു. ക്രൈസ്തവരെല്ലാം നുണകളാ, വാ തുറന്ന് നുണയെ പറയത്തുള്ളൂ. അവരെങ്ങനെ ക്രിസ്തുവിന്റെ കൂടെ ആവുന്നേ? കാരണം ക്രിസ്തു സത്യമാണ്. അപ്പൊ സത്യമായ ക്രിസ്തുവിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നുണ പറയാൻ സാധിക്കില്ല. കാരണം നുണ പറയുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ കൂടെയില്ല, എതിർ ക്രിസ്തുവിന്റെ കൂടെയാണ്. കാരണം എതിർ ക്രിസ്തുവാണ് അസത്യം. അവനാണ് മരണം, അവനാണ് ലസ്റ്റ്, അവനാണ് പ്രൈഡ്, അവനാണ് ജലസി, അവനാണ് എൻവിയസ്. ഇങ്ങനെ സകല അസൂയയും കുശുമ്പും വിദ്വേഷം വെറുപ്പും വൈരാഗ്യം ഒക്കെ ഉള്ളത് ആർക്കാണ്? ആന്റി ക്രിസ്ത്യൻ. അപ്പൊ ക്രൈസ്ത്യൻ അതില്ല, അത് ഓർക്കുക. അതാണ് യഥാർത്ഥ ക്രിസ്തു. അപ്പൊ ഈ ക്രിസ്തുവിന്റെ അസ്തിത്വമാണോ എന്നിലുള്ളത്, ഈ എതിർ ക്രിസ്തുവിന്റെ അസ്തിത്വമാണോ എന്നിലുള്ളതെന്ന് ഓരോ ക്രിസ്ത്യാനിയും ചിന്തിച്ചു നോക്കണം. എന്നിട്ട് ഞാൻ സങ്കല്പിക്കുന്ന എൻ്റെ ക്രിസ്തു ആരാണ്? ഈ എതിർ ക്രിസ്തുവിന്റെ എസൻസ് ഉള്ള ക്രിസ്തുവാണോ, ക്രിസ്തുവിന്റെ എസൻസ് ഉള്ള ക്രിസ്തുവാണോ? ഇവിടെ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പൊ കൃഷ്ണന്റെ വേദോപദേശമുള്ള ഒരു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഹൈന്ദവരുടെ ഉണ്ട്. അവർ ഹൈന്ദവതയിൽ നിന്ന് വന്നവരാണ്. അവർ ക്രിസ്തുയെ പൂർണ്ണതയെത്താൻ സാധിച്ചിട്ടില്ല. അവരൊക്കെ ക്രിസ്തുവിനെ വിട്ടു. ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ മാർഗത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. വലുത് ചെയ്യുന്ന ഇടത് ചെയ്യുന്ന അറിയാൻ പറ്റില്ല. ഉപവാസ സമയത്ത് ആരും കാണാൻ ഉപസിക്കുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള സംഗതി ഒത്തിരി വിഷയമുണ്ട്. ഇതൊക്കെ ഇസ്ലാം നേരെ ഓപ്പോസിറ്റ് കൊണ്ടേ സാധനത്തിനെ വഴിയിൽ കൂടെ പോകും. ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ കാര്യം ക്രിസ്തീയത ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ കൃഷ്ണൻ കൊടുക്കുന്ന വേദോപദേശം അർജുനോടാണ്. സ്വന്തം കസിൻസിനെയാണ്, സഹോദരന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി സമയത്ത് കൃഷ്ണൻ പറയുന്ന മാർഗത്തിനെതിരെ നിൽക്കുന്ന തട്ടിക്കളഞ്ഞിക്കാന്ന് പറയുന്ന കൃഷ്ണന്റെ വേദോപദേശവും കൃഷ്ണന്റെ രൂപവും കൂടി ഒന്നിച്ച് പോകത്തില്ല. അതുപോലെ ഇസ്ലാം, അതായതാണ് ഹൈന്ദവതയും
ക്രിസ്തുവിലേക്ക് ഹൈന്ദവത കൊണ്ടുവന്ന് വെച്ചാൽ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ വേദോപദേശവും ക്രിസ്തുവും കൊണ്ട് ചേരത്തില്ല. അതുപോലെ ഇസ്ലാം കൊടുത്തിരിക്കുന്ന പ്രബോധനവും ഈസായിലൂടെ അവതരിപ്പിച്ച് കൊടുത്തിരിക്കുന്ന പ്രബോധനവും ക്രിസ്തുവും ചേരത്തില്ല. ഇസ്ലാമികതയുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല വേണ്ടത്, ക്രിസ്തീയതയുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് വേണ്ടത്. അപ്പോൾ ക്രിസ്തുവിലുള്ളവർ ക്രിസ്തീയതയിലുള്ളവരായിരിക്കണം. പക്ഷേ ഇന്ന് കാത്തലിക്സിന് വന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യം എനിക്കില്ല, കാരണം അത് ഓൾറെഡി അല്ലാതെ പോയത് തന്നെയാണ്. ഒത്തു നോക്കണ്ട. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ സമൂഹത്തിൽ എന്റെ കമ്മ്യൂണിറ്റി കിടക്കുന്ന ആൾക്കാരെ എനിക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ഇതര സഭാവിശ്വാസികളോ ഇതര മതവിശ്വാസികളോ കിടക്കുന്നതല്ല. ആദ്യം എന്റെ സമൂഹത്തിൽ കിടക്കുന്നവരല്ല ശരിയായ കാര്യമുള്ളൂ. കാരണം രണ്ടാമത്തെ കൗൺസിൽ തിരുസഭയെക്കുറിച്ചോ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കപ്പെടുന്ന അക്കത്തോലിക്കരെയും രക്ഷിക്കപ്പെടുന്ന അക്രൈസ്തവരെയും കുറിച്ച് പറയുന്നുണ്ട്. കാരണം ക്രിസ്തുവിന്റെ ഈ എസൻസോട് കൂടി ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ സഭ പഠിപ്പിച്ച പോലെ തന്നെ അവരെ കർത്താവ് രക്ഷപ്പെടുത്തുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ക്രിസ്ത്യാനിയുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം അക്രൈസ്തവരും അക്കത്തോലിക്കരും ഇവിടെ ഉണ്ട്. ഇത് എന്റെ പ്രബോധനമല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രബോധനം പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഇവിടെ തന്നെയാണ് മറ്റേ കാര്യം പറഞ്ഞിരിക്കുന്നത്, അത് വേറെ കാര്യം. അപ്പൊ അത്രയും വ്യക്തമായി പറഞ്ഞ സാധനത്തിന്റെ കൊണ്ട് എനിക്കിപ്പോൾ കത്തോലിക്കരെയും അക്രൈസ്തവരെയും രക്ഷിക്കാനാ നോക്കാണ്ട ആവശ്യം. ഞാൻ കത്തോലിക്കനായതുകൊണ്ട് കത്തോലിക്കർക്ക് ഈ മൂല്യം എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ കാര്യം, അവര് ക്രിസ്തുവിന്റെ മൂല്യത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവരെ യേശുക്രിസ്തു രക്ഷപ്പെടുത്തിക്കോളും. എനിക്ക് ആ ഉറച്ച ബോധ്യമുണ്ട്. കാരണം അവർക്ക് കൂള് കിട്ടിയതിനോട് കൂള് ചോദിക്കും. അപ്പൊ കത്തോലിക്കിന്റെ കൂള് കിട്ടിയിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക ഞാനാണ് എല്ലാം ഭയങ്കരൻ, ഞാനാണ് എല്ലാത്തിനും, എന്റെ വിശ്വാസം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക വിഭാഗം ഇവിടെയുള്ളത്. ഞാൻ ശരി. പണ്ടൊക്കെ പൗലോസേ പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയ പാപ, ഏറ്റവും വലിയ ദുർബലൻ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് കത്തോലിക്കരല്ല, ഞാനാണ് ഏറ്റവും വലിയ വിശുദ്ധൻ, ഞാനാണ് എല്ലാത്തിലും ഏറ്റവും മിടുക്കൻ, ഞാൻ ദൈവത്തിന്റെ സ്വന്തം ദാസനാണ്, എനിക്ക് ദർശനങ്ങൾ കിട്ടുന്ന വ്യക്തിയാണ്, ഞാൻ ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ ഞാൻ പാപിയാന്ന് തോന്നണില്ല. ഇതൊരു വലിയൊരു മാർഗമായ അപകടമാണത്. ഇതാ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയവനാണ്, ഞാൻ നല്ലവനാണ്, പക്ഷെ ഞാനാണ് ഏറ്റവും വലിയ പാപി എന്ന് പൗലോസ്ലീഹ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാ ചോദ്യം. ഇത് നമ്മൾ അപകടം, ആത്മീയ മേഖലയിൽ ഒത്തിരി അപകടങ്ങളിൽ കിടക്കുന്ന സംഗതിയാണ്. ഇത് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന ഒരു തലത്തിൽ നിന്നാണ് നമ്മുടെ ഒരു പരാജയം വന്നു പോകുന്നത്. അപ്പൊ ഇസ്ലാമികതയുള്ള ക്രിസ്തു അല്ല നമ്മുടെ ക്രിസ്തു, ക്രിസ്തീയതയുള്ള ക്രിസ്തുവാണ്, ദൈവത്തിന്റെ എസൻസ് ഉള്ള ക്രിസ്തുവാണ്, ദൈവത്തിന്റെ പൂർണ്ണതയാണത്. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ നമ്മൾ അറിയാതെ പോകുന്നതിന്റെ അപകടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അത് അറിയാതെ പോയത് കൊണ്ടാണ് ഇന്ന് നമ്മളെ ക്രിസ്ലാമികൾ എന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിപ്പോയത്. ആ ക്രിസ്ലാമികളെ ഉണ്ടാകാൻ സൃഷ്ടിച്ച ഒരു പ്രവാചകനായി മാരിയെ മാറ്റുക ചെയ്തത് സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ പല കുനിഷ്ഠും ഇസ്ലാമികതയും അതിൻ്റെ ഉള്ളിൽ പല കുടിലതയും കയറി വന്നിരിക്കുന്ന ദർശിക്കാൻ എനിക്ക് സാധിക്കും. അത് ഞാൻ മാരിയെ എതിർക്കുന്നു, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അത് മാരിയെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല. കാരണം മാരിയെ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, മാരിയെ കറക്റ്റ് ആ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു സാവൂളായി കത്തോലിക്ക സഭയിൽ വലിയൊരു ഈ കത്തോലിക്കിനെ ഒക്കെ പഠിപ്പിക്കാൻ, മുസ്ലിങ്ങളെ മാത്രമല്ല പഠിപ്പിക്കാൻ സാധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് മാരിയയ്ക്കുള്ളൊരു ഭയം കയറി വന്നു. ഇസ്ലാം ഇതൊന്നും പറഞ്ഞാൽ മാരിയയ്ക്ക് രണ്ട് കാര്യമാണ്. ഭയത്തിൽ നിന്ന് ഒരു വ്യാജ കരുണ കയറി വന്നത് കൊണ്ടാണ്, വീരത്വത്തിൽ നിന്ന് ഇസ്ലാമിനോട് സുവിശേഷം പറഞ്ഞാൽ എൻ്റെ ജീവൻ പോകുന്നുള്ള പേടിയോ അങ്ങനത്തെ ഒരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റുന്നില്ല, അവിടെയും കാലുറപ്പിക്കാൻ പറ്റില്ല, രണ്ട് വഞ്ചി കാല് വയ്ക്കുന്ന ഒരു അവസ്ഥ വന്നു. കാരണം ക്രിസ്ത്യാനിയുടെ സ്വഭാവം കിട്ടുകഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയുടെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ നല്ല സ്നേഹവും കാര്യങ്ങളും കാണുന്നു, ശരിയാ, കാരണം അവരുടെ സാഹോദര്യം, അവർക്ക് ഒരു സമുദായ ബോധമുണ്ട്, നമുക്കതില്ല. അപ്പൊ ഇവിടെ ഇത് കിടക്കുന്ന പിശാച് കയറി ഇളഞ്ഞ് മറിഞ്ഞ് ക്രിസ്ത്യാനികളെ ഇട്ടിട്ട് തമ്മി തല്ലിക്കുമ്പോൾ ഇവരുടെ സ്വഭാവം അസൂയം കുശുമ വിദ്വേഷവും കാണുമ്പോൾ മാരിയൽ സ്വാഭാവികമായിട്ട് വന്നുപോയി. അപ്പൊ മാരിയക്ക് ഇവിടെ കാലുറപ്പിക്കണോ അവിടെ കാലുറപ്പിക്കണോ എന്നുള്ളൊരു ഭയാശങ്ക വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മാരിയുടെ പ്രഭാഷണങ്ങളിലും സ്വാഭാവികമായിട്ട് കടന്നു വന്നതായിരിക്കാം. നമ്മളതിന് ജിഹാദിയാന്നൊക്കെ പറയുന്നുവെങ്കിലും പക്ഷെ മാരിയ അതിന്റെ പ്രവർത്തനങ്ങൾ ചിലത് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ഭയത്തിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, പല അപക്വമായത് കൊണ്ട് വന്നതായിരിക്കാം. പക്ഷെ മാരിയോയിൽ സംഭവിച്ചിരിക്കുന്ന ഈ രണ്ട് വഞ്ചി കാലുവയ്ക്ക് സ്ഥലമുണ്ട്. അത് ആദ്യമേ ഉണ്ടായിരുന്നു. ഡിവൈൻ നിന്ന് വിട്ടുപോകുന്ന നിന്നെയും തരുന്ന പുസ്തകത്തിൽ മാരിയോയുടെ സാക്ഷി തന്നെ പറയുന്നുണ്ട്. അപ്പം അന്ന് തന്നെ ഈ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു മടി മാരിയോയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. ക്രിസ്തു കുരിശ് ഏറ്റെടുത്ത പോലെ അത് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ തന്റെ കുരിശുമായിട്ട് വരാൻ ഈശോ പറഞ്ഞത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ കുരിശുമെടുത്ത് വേണം വരാൻ. പക്ഷെ മാരിയോയ്ക്ക് കുരിശെടുക്കാൻ പലപ്പോഴും മടിയായിരുന്നു.